ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ജീവിത സുഖങ്ങളും ഈശ്വരനെ അറിയാനുള്ള വഴികളും ഒക്കെയും എല്ലാ കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ബിന്ദു പ്രസന്നൻ, ഗീതാ നായർ, പ്രസന്ന, കല, നിർമ്മല രമേഷ്, ജഗദാനന്ദ, രാജമ്മ, അനു, ആനന്ദ്, പ്രശോഭ വിജയൻ, സുമ അമൽ, മൈലക്കാട്, ഇന്ദിരാദേവി, ബിന്ദു ബൈജു. എല്ലാവർക്കും കമൻസുകളും ഭഗവാനിൽ അർപ്പിച്ചു. ഒരു മകളുടെ കമൻസ് ജഗദാനന്ദയുടെയാണ്, നല്ലൊരു കമൻസ്, അത് ഭഗവാനെ അർപ്പിച്ചു. സർവത്തിലും ആ പരമാത്മാവാണ്. അത് ഈ പറഞ്ഞ എല്ലാ മക്കളിലും ആ ചൈതന്യം, നമ്മളെല്ലാവരും ദൈവമക്കളാണ്. അവർക്ക് മാത്രമേ ഇതൊക്കെ എടുക്കാനും ഇതൊക്കെ കേൾക്കണമെന്നും കാണണമെന്നും അറിയണമെന്നുള്ള ആഗ്രഹം ആർക്കാ ഉണ്ടാകുന്നേ? സത്വഗുണക്കാർക്കാണ്. അപ്പോൾ ഇതെല്ലാം ആ പരമാത്മാവിൽ നിന്ന് വന്നേക്കുന്നതാണ് ഒറിജിനലായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ ലോക ജീവിതത്തിലേക്ക് മാത്രം ഇതിലേക്ക് തിരിയാത്തവർ എന്താണ്, രജോ ഗുണക്കാരാണ്. അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവില്ല, ഇതൊക്കെ അറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ല. കർമ്മത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക, എത്രമാത്രം കർമ്മം ചെയ്താലും പോരാന്ന്, കിട്ടിയത് പോരാ, അങ്ങനെയുള്ള ചിന്തയിലിരിക്കുന്നവർക്ക് ഒരിക്കലും ഇതിലേക്ക് കടക്കാൻ പറ്റില്ല. ഇവിടെ അത്രത്തോളം ഭഗവാനോട്ട് ലയം പ്രാപിച്ച് കഴിഞ്ഞ ജന്മമേ സുഹൃതം കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ദിവ്യമായ ഈ അനുഭൂതി അനുഭവിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേൾക്കുന്നവരിലുണ്ട് പരമാത്മാവ്. ഇത് കൊടുക്കുന്നവരിൽ, ഇത് എന്തെങ്കിലും ഒരാൾക്ക് കേൾപ്പിക്കുന്ന ആരാണോ അവരിലും ഉണ്ട്. അപ്പോൾ കൊടുക്കുന്ന ആളിനും മേടിക്കുന്ന ആളിലും ആരാ ഉള്ളത്? എല്ലാത്തിനും ആണെങ്കിലും കൂടുതലായി ഇത് കേൾക്കാനിരിക്കുന്നവർക്കാണ്. കാരണം അത്രമാത്രം ആർത്തിയാണ് അവർക്ക്. അതുപോലെ തന്നെയാണ് കൊടുക്കാൻ ആർത്തി ഉള്ളവരിലും ഉണ്ട്. ആർത്തി ഉണ്ടോ കൊടുക്കാൻ, മേടിക്കാനും ആർത്തി ഉണ്ടോ, അതാണ് ഭഗവാൻ ഇഷ്ടം. അവരിലാണ് ഭഗവാൻ കുടികൊള്ളുക. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, പരമാത്മാ ചൈതന്യം എപ്പോഴും എല്ലാവരിലും ഉണ്ടെന്ന്. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവതം നോക്കാം. നമ്മൾ ഓരോരുത്തരും ഉദ്ധവരാണെന്ന് നമ്മൾ പറയുന്നു. ഭഗവാൻ പരമാത്മാവാണ്, ജഗദീശ്വരനാണ്, കൃഷ്ണനായി അവതാരമെടുത്ത ആ പരമഗുരു. അപ്പോൾ അത് നമ്മളും നമുക്ക് ഒക്കുന്നവണ്ണം നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപാട് മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞു തരാനും കഴിവില്ല. എന്താണെന്ന് വെച്ചാൽ അല്പാൽപ്പം ഉള്ളതിന് നമുക്ക് നന്നായി ആസ്വദിക്കാം. ഇനി നമുക്ക് വായിക്കാനുള്ളതൊക്കെ ഇനി പ്രകൃതിയുടെയും പുരുഷൻ്റെയും കാര്യങ്ങൾ, അത് നമുക്ക് നന്നായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. കാരണം നമുക്ക് എന്താണ് വേണ്ടത്? നാം ആരാണ്? നമ്മൾ പരമാത്മാവിൻ്റെ അംശമാണോ? നമ്മൾ പരമാത്മാവ് ഉണ്ടോ? അപ്പോൾ തത്വമസിയാകാതെ പരബ്രഹ്മമായി മാറാതെ ബ്രഹ്മജ്ഞാനികളാവണം. അതാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ഇത്രയും വായിച്ചതല്ല, അത് തന്നെയാണ്. ഇനി പുരുഷനും പ്രകൃതി, എന്താ പുരുഷൻ? ഈ പരമാത്മാവായിരിക്കുന്ന പുരുഷൻ, വ്യക്തത ഇല്ലാത്ത പുരുഷൻ, എന്നാൽ രൂപത്തോടു കൂടിയ പ്രകൃതി പുരുഷ. അതാണ് ലോകമാതാവും ലോകപിതാവും. അവരുടെ കാര്യങ്ങളും ഈ പ്രപഞ്ചം ഉണ്ടായ കാര്യങ്ങളും ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് ഇനി പറയുന്നത്. അത് എനിക്കങ്ങനെ പറഞ്ഞുതരാൻ അറിയില്ല മക്കളെ. ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. ഇതൊക്കെ വേദങ്ങളോ ഉപനിഷത്തുകളോ ഒക്കെ നന്നായി വായിച്ച് പഠിച്ചവർക്കൊക്കെ ഇതൊക്കെ പറയാൻ പറ്റും. എനിക്ക് എങ്ങനെ ഒന്ന് പറയാനുള്ള, ഞാനത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. എനിക്ക് തലയ്ക്ക് പോലും ഇത് ചിന്തിക്കാൻ കഴിയില്ല. അതാണ്, തലയ്ക്കൊരു ശ്രദ്ധിക്കണ്ടേ, പ്രായം കഴിഞ്ഞു പോയില്ലയോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്, അതായത് ഈ ചിൽപ്പുമാൻ തങ്കൽ ഗുണം ഇരിപ്പത് അജ്ഞാനത്താൽ ഈ ഗുണം തന്നെ ആത്മപ്രകൃതി എന്നും ചൊല്ലും. അപ്പോൾ പ്രകൃതി പുരുഷനെന്നും, എന്നാലോ ആത്മപ്രകൃതി എന്നും, ആത്മ എന്താണ്? പുരുഷന. ആത്മപ്രകൃതി എന്നും പറയും. ആ ഗുണപ്രകൃതിയും സാത്വികം രാജസവും താമസമെന്ന 3 നാമവുമായി ജീവേശ ഭേദത്തോടും, അതായത് ഇവിടെ
ഈ എന്തൊക്കെ നമ്മൾ പഠിച്ചാലും ഇവിടെ എന്താ ഉള്ളത്? പ്രകൃതിക്ക് മൂന്നേ മൂന്ന് ഗുണങ്ങളുണ്ട്. ആ ഗുണം കൊണ്ടാണ് നമ്മളിങ്ങനെ നിലനിൽക്കുന്നത്. ഈ ശരീരം ഉണ്ടാകുന്നു, വീണ്ടും ശരീരം പോകുന്നു. ഈ അത്രയും നാൾ ഇവിടെ കഴിയുമ്പോഴെല്ലാം നമ്മളെല്ലാവരും ഈ മൂന്ന് ഗുണങ്ങളിൽ ഏതെങ്കിലും ഗുണങ്ങളും കൊണ്ടാണ് ഇവിടെ ജീവിച്ചു പോണത്. അതുകൊണ്ട് താമസം എന്ന മൂന്ന് നാമവുമായി, അതായത് രജസ്, തമസ്, സത്വം, അങ്ങനെ ഈ ദേഹം ജീവേശ ഭേദത്തോടും വിഷ്ടപാർശൻ മായാഭേദവും സമസ്ത സർഗസ്ഥിതി ലയം മറ്റും ഹേതുവായിരിപ്പത് ഗുണഹേതുക്കൾ നൂനവിടം വരെ വായിച്ചു നിർത്തി. അത് വിഷ്ടപാദീശ്വര പരമാത്മാവായ ജഗദീശ്വരൻ ഭേദവും സമസ്ത സർഗസ്ഥിതി ലയം, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. ഇത് മറ്റും എന്താണ്? ഈ പ്രപഞ്ചം അങ്ങനെയാണ്. ഈ ത്രിഗുണങ്ങളോടുകൂടിയ നമ്മൾ ഏത് ജീവജാലങ്ങൾക്ക് ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും ലയവും മറ്റും അവിടെ വരെ വായിച്ചു. അങ്ങനെ ഹേതുവായിരിപ്പത് ഗുണഹേതുക്കൾ നൂനം സത്വമാം ഗുണം ജ്ഞാനം രാജസം കർമ്മമല്ലോ. ഇതിൽ ജ്ഞാനം ആർക്കാണ് കൊടുത്തേക്കുന്നത്? സത്വഗുണത്തിന്. നമുക്ക് ഈ അറിവ്, ഈ ഭഗവാൻ തരുന്ന ഈ ഉപദേശങ്ങൾ ഏത് ഗുണക്കാർക്കാ? മൂന്ന് ഗുണങ്ങൾ ആർക്കാ? അത് മക്കളെ നേരത്തെ പറഞ്ഞത്, നമ്മൾ സത്വഗുണം കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഇത് കേൾക്കാൻ പറ്റൂ. രജഗുണക്കാർക്കോ തമോ ഗുണക്കാർക്കോ നടക്കാത്ത കാര്യമാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിലർക്ക് തോന്നും നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കുമെന്ന്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് സത്വഗുണം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നേരെ തിരിച്ചാണ്. നേരെ ഓപ്പോസിറ്റാണ് തമോ ഗുണം. സ്വർഗവും നരകവും പോലാണ് സത്വവും തമവും. ഇതിനിടയ്ക്കാണ് രജോ ഗുണം. അത് മനുഷ്യ ഈ മനുഷ്യലോകത്ത് വന്നും പോയും അത് കർമ്മം ചെയ്ത് ആഗ്രഹത്തോടു കൂടി ജീവിച്ച് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന രജോ ഗുണം. തമോ ഗുണം എന്താണ്? വെറും അന്ധകാരത്തിലേക്ക്, താഴെ നരകത്തിലേക്ക് പോകുന്നത്. എന്നാൽ സത്വഗുണം എന്താണ്? നേരെ ഓപ്പോസിറ്റ്, സ്വർഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ജ്ഞാനം സത്വഗുണമാണ്. രാജസം എന്താണ്? കർമ്മമല്ലോ. അപ്പോൾ ഇവിടെ രാജസക്കാർക്ക് എന്താണ്? ഇവിടെ ഈ ഭൂമിയിൽ ജോലി, അങ്ങ് ജോലിയുടെ പുറത്ത് ജോലിയാണ്. കർമ്മം ചെയ്തിട്ട് മുഴുക്കുന്നേയില്ല. ഇരുട്ടി വെളുക്കുന്നോരെ അങ്ങ് ജോലികളാ, തിരക്കാ. ആഗ്രഹങ്ങളോ അങ്ങേയറ്റമാ. എന്തിനു വേണ്ടിയാ ഈ കർമ്മം ചെയ്യുന്നത്? പോരാ. ഈ സമ്പത്ത് എത്രത്തോളം കിട്ടിയാലും, അല്ലെങ്കിൽ പണം എന്തുമായാലും, സ്വത്തുക്കൾ, ഇതിനു വേണ്ടി കർമ്മം ചെയ്ത് അങ്ങ് ഒരു മടിയില്ല, മടുപ്പില്ല. അങ്ങനെ ഈശ്വരനെ അറിയാനൊന്നും സമയമില്ല അവർക്ക്. അവരിങ്ങനെ കർമ്മം ചെയ്യുന്നു. സത്വം അല്ലാതെ തമസോ അജ്ഞാനമെന്നും ചൊല്ലു. എന്താണ്? സത്വം അല്ലാതെ, സത്വത്തിൻ്റെ ഓപ്പോസിറ്റ് തമസ്, അന്ധകാരം. അതാണ് തമസ്. തമസ് അജ്ഞാനം. ജ്ഞാനമെന്ന് വായിക്കരുത്. തമസ് പറഞ്ഞിട്ട് കൊടുക്കണം. തമസജ്ഞാനം. അപ്പോൾ എന്താണ്? സത്വം അല്ലാതെ, സത്വഗുണത്തിന് നേരെ ഓപ്പോസിറ്റ് അല്ലാത്തത്, അതാണ് വിപരീതം. അതെന്താണ്? അജ്ഞാനം. തമോ ഗുണം അജ്ഞാനമാണ്. ജ്ഞാനം സത്വമാണ് ഇവിടെ കിടക്കുന്നത്. സത്വമാ ഗുണം ജ്ഞാനമാണ്. കർമ്മം എന്താ? രാജസം. സത്വം അല്ലാത്ത തമസ് എന്താണ്? അജ്ഞാനമെന്നും പറയുന്നു ചൊല്ലു. ഗുണത്തിൽ നിന്നു കാലം തൽ സ്വഭാവ അനുരൂപ ഗുണസൂത്രത്തെ പോലെ വ്യക്തിയും പ്രകൃതിയിൽ നിൽക്കുന്ന ചൈതന്യം താൻ പുരുഷൻ. അങ്ങനെ ഇവിടെ ഈ എല്ലാ വ്യക്തികളിലും ആരാ? പ്രകൃതിയാകുന്ന രൂപത്തോടുകൂടിയ നമ്മളെല്ലാവരും പ്രകൃതിയാണ്. ഈ പ്രകൃതിയിൽ ആരാ ചൈതന്യമായി നിൽക്കുന്ന? പുരുഷനാ, പരമാത്മാവാണ്. പക്ഷേ അവ്യക്തമായിട്ടാണെന്നേ ഉള്ളൂ, ചൈതന്യമായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ രൂപമുണ്ടോ? ചൈതന്യം അങ്ങനെ നമ്മൾ രൂപം പ്രകൃതിയാണ്. ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. അതെന്താണ്? പ്രകൃതിക്കാണ്. ഈ ഗുണങ്ങളും പ്രകൃതിക്കാണ്, ത്രിഗുണങ്ങൾ. ഇവിടെ ഇതെല്ലാത്തിലും എന്താ ഉള്ളത്? പുരുഷൻ ചൈതന്യമായി നിൽക്കുന്നു. പിന്നെയോ അങ്ങനെ ചൈതന്യം താൻ പുരുഷൻ. അഹങ്കാരം ഉത്ഭവം മഹാ ആകാശം ലോകവാൻ എന്ന പോലെ ഞാനെന്നുണ്ടായ നേരം ആകാശം, വായു, വന്നി, പിന്നീട് ജലം, മണ്ണും, ഇങ്ങനെ 5 ഉണ്ടായി. കാരണം നേരത്തെ വിശ്വേശ പ്രഭു തത്വസംഖ്യകൾ ഋഷിവർഗം വിശ്വത്തിൽ നവം ഏകാദശം 5, 3, 26, 25 എന്നൊക്കെ കുറേ കണക്കുകൾ പറഞ്ഞു. ഈ കണക്കുകൾ എന്താ ഭഗവാനെ എന്ന് ഋഷികളിങ്ങനെ പറയുന്നല്ലോ. ഭഗവാനോട് ചോദിച്ചതിൻ്റെ ഉത്തരങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ എന്താണ്? പഞ്ചഭൂതമായിരുന്ന വായു, അഗ്നി, അതാണ് വന്നി, പിന്നീട് ജലം, പിന്നെ മണ്ണ്, ഇങ്ങനെ ആകാശം ഇവിടെ കിടപ്പുണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, മണ്ണ്, അത് പൃഥ്വി. ഇങ്ങനെ 5 ഉണ്ട്. ഇതിൻ്റെ ഓരോ കണക്കുകൾ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. ഇതൊന്നും കണക്ക് പറയാനൊന്നും.
ഇതൊക്കെ അറിയുന്നവർ പറഞ്ഞാൽ നല്ലതാ, എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ 5 പഞ്ചഭൂതങ്ങൾ തത്വങ്ങളിവയെന്ന് ചൊല്ലുന്നതൊരു പക്ഷം. ഇതാണ് തത്വങ്ങളെന്ന് ഒരു പക്ഷക്കാർ, ഇത് പലരുടെ അഭിപ്രായങ്ങളാണ്. ഒരു പക്ഷക്കാർ ഇങ്ങനെ പറയുന്നു, തത്വമിത് 5 പൂർവസൂത്രത്താൽ കലർന്നിതു അന്നേരം ശ്രോത്രം, ത്വക്ക്, ചക്ഷുർ, ജിഹ്വയും ഘ്രാണം എന്നിവ ജ്ഞാനേന്ദ്രിയ ശക്തികൾ 5 ഉണ്ടായി. അപ്പോൾ എന്തൊക്കെയാ ഇങ്ങനെ തത്വമിത് 5 പൂർവസൂത്രത്തിൽ കലർന്നിട്ട് എന്ത് വന്ന്? ശ്രോത്രം ചെവി, ത്വക്ക് തൊലി, ചക്ഷുർ കണ്ണ്, ജിഹ്വ നാക്ക്, ഘ്രാണം മൂക്ക് എന്നിവ ജ്ഞാനേന്ദ്രിയ ശക്തികൾ 5 ഉണ്ട്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഇത് 5. ഈ ഇന്ദ്രിയങ്ങളെയാണ് നമ്മൾ വധിക്കണം. നമ്മൾ പറയാം, ഈ ലോക ജീവിതത്തിൽ നിന്ന് വിരമിക്കണമെങ്കിൽ, മുക്തനാകണമെങ്കിൽ ഇതിനൊക്കെ നമ്മൾ മനസ്സോട് ചേർത്ത് മനസ്സും ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിഗ്രഹിക്കുക, അടക്കുക. എന്തിനു വേണ്ടിയാ? നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന്, ഈ ലോക ജീവിതത്തിലേക്കുള്ള ആഗ്രഹങ്ങളെല്ലാം വെടിയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ. അപ്പം ഇങ്ങനെ ഓരോ കണക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ശക്തികൾ അങ്ങനെ ജ്ഞാനേന്ദ്രിയ ശക്തികൾ 5. പിന്നെയോ വാക്ക്, പാണി, പാദ, പായു, ഉപസ്ഥങ്ങൾ. ഉപസ്ഥങ്ങൾ വെച്ചാൽ എന്താണ്? ഇപ്പം എന്താ പറയുക, വാക്ക് നമ്മുടെ വാക്ക് വർത്തമാനങ്ങൾ, പാണി കൈ, പാദം കാല്, പിന്നെയോ പായു വസ്തു, അത് ഗുഹ്യവും അങ്ങനെ നമ്മൾക്ക് മലദ്വാരം എന്നൊക്കെ പറയുന്നതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മളെ കർമ്മേന്ദ്രിയങ്ങളാണല്ലോ. വാക്ക് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് വാക്ക്, അത് കർമ്മമല്ലേ. പിന്നെ കൈകൊണ്ട് ഇങ്ങനെ ആക്ക് ചെയ്യുന്ന ഇതൊക്കെ കൈകൊണ്ട് അങ്ങനെ പലതും ചെയ്യുന്ന ജോലി. അപ്പം പാണി. പിന്നെ പാദം, നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും പാദമില്ലാതെ പറ്റുമോ? നടക്കണ്ടേ? ഡാൻസ്, നൃത്തങ്ങൾ ചെയ്യാനും അങ്ങനെ പലതിനും എല്ലാം നമുക്ക് കാലിൻ്റെ ഡ്രൈവിങ് ചെയ്യണമെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ കാലും കൈ വാക്ക്. പിന്നെന്താണ്? ഗുഹ്യങ്ങൾ, മലദ്വാരങ്ങൾ, ഇങ്ങനെയുള്ള പായു. ഇവിടെ ഉപസ്ഥങ്ങൾ എന്ന് വായിക്കണം. ഈ പായു കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ ഒന്നിച്ചെഴുതുമ്പോൾ നമ്മൾ ഉപസ്ഥം ഒന്ന് വായിക്കണം. വാക്ക്, പാണി, പാദ, പായു, ഉപസ്ഥങ്ങൾ കർമ്മേന്ദ്രിയം. ഇതൊക്കെ കർമ്മങ്ങളുടെ ഇന്ദ്രിയങ്ങളാണ്. അപ്പം ജ്ഞാനേന്ദ്രിയമാണ് നമ്മുടെ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? അറിയുക. കണ്ണുകൊണ്ട് എങ്ങനെ അറിയുന്നത്? ജോലി ചെയ്യുമല്ല, അത് കണ്ടറിയുക. കണ്ണവിടെ തന്നെ ഇരിക്കുക. പക്ഷെ കൈ എങ്ങനെയാണോ? കൈ നമ്മൾ കർമ്മങ്ങൾ ചെയ്താണ്. അതാണ് കർമ്മ ഇന്ദ്രിയം. മറ്റതെന്താണ്? ചെവി കേട്ടറിയുന്നു, കണ്ടറിയുന്നു, ശ്വസിച്ചറിയുന്നു, ത്വക്ക് സ്പർശിച്ചറിയുന്നു, നാക്ക് രുചിച്ചറിയുന്നു. അതിനാണ് അറിയുന്നതിനാണ് ജ്ഞാനം. ജ്ഞാന ഇന്ദ്രിയം. ഇത് 5 ജ്ഞാനം, അറിവാണ്. എന്നാൽ കർമ്മം നമ്മളെല്ലാം ഇതുകൊണ്ട് ഈ പറഞ്ഞ വാക്കും കൈയും കാലും ഗുഹ്യവും മലദ്വാരങ്ങളും ഇതെല്ലാം കൊണ്ട് എന്താ കർമ്മം ചെയ്യുന്നു. ഇങ്ങനെ 5 5 10 അപ്പോൾ കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും നമ്മൾ പറയും. നമ്മളെല്ലാവരിലും ഉണ്ടത്. ഇനി സൂക്ഷ്മ മാനസം, ശബ്ദ സ്പർശ രൂപങ്ങൾ, രസം ഗന്ധവും എന്നിങ്ങനെ ജ്ഞാനത്തിന് വിഷയങ്ങൾ ബന്ധമായി നാനാത്വമായി ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഇതും എല്ലാം ചേർന്ന് നമ്മളിങ്ങനെ ഓരോ ശരീരത്തിനെ പറ്റി പറയുക മക്കളെ. ഇത് നമുക്ക് പഠിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ എനിക്കാണെങ്കിൽ ഇതങ്ങോട്ട് എനിക്കിതിലൊന്നും താല്പര്യമേ ഇല്ല. എനിക്ക് ഭഗവാനെ ആരാധിക്കുക, ധ്യാനിച്ച് ഇങ്ങനെ ഭഗവാനിൽ ചേർന്ന് ലയിച്ചിരിക്കുക, പരമാനന്ദം അനുഭവിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. എനിക്ക് ഈ കണക്കോ കയ്യോ ഈ ലോക ജീവിതമോ ഈ പ്രപഞ്ചം എന്താണ്, എങ്ങനെ ഉണ്ടായെന്നോ, പ്രകൃതി എന്താണെന്നോ, പുരുഷൻ എന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് ധ്യാനിക്കണം. അത് എനിക്ക് കിട്ടി. 10-40 വയസ്സൊക്കെ ഉള്ള അങ്ങനെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ധ്യാനമൊന്നുമില്ല. അതിൽ തന്നെ ഇരുന്ന് നമ്മൾ ആനന്ദിക്കുന്നു. എപ്പോഴും ആനന്ദമാണല്ലോ. പ്രത്യേകിച്ച് വേണമെങ്കിൽ ധ്യാനിക്കാം, അത്രയേ ഉള്ളൂ. എല്ലാം പരമാത്മാവായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു, ആനന്ദം അനുഭവിക്കുന്നു. എന്നാൽ കൂടെ കിടക്കുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ആർത്തിയില്ല. കാരണം ആർത്തിയൊക്കെ പോയി. എല്ലാത്തിൻ്റെ ആർത്തി, ദാഹം നശിച്ചു, ദാഹമൊക്കെ തീർന്ന്. അതുകൊണ്ട് നമുക്കിത് വായിച്ചു പോകാം. എനിക്കിത് പറയാനൊട്ട് അറിഞ്ഞും കൂടാ. പിന്നെ അങ്ങനെ സൂക്ഷ്മ മാനസം, ശബ്ദസ്പർശ രൂപങ്ങൾ, രസം ഗന്ധവും എന്നിങ്ങനെ ജ്ഞാനത്തിൻ്റെ വിഷയങ്ങളൊക്കെയാണ്. അത് നമുക്ക് അറിയാമല്ലോ. മനസ്സെന്ന ഒരിന്ദ്രിയം. ശബ്ദം നമ്മൾ തന്നെ, നമുക്ക് ശബ്ദമുണ്ട്, നമുക്ക് തൊടുമ്പോൾ സ്പർശിക്കുമ്പോൾ അറിയാം. രൂപങ്ങൾ നമുക്ക് രസമുണ്ട്, ഗന്ധമുണ്ട്. ഇങ്ങനെയാണ് ഈ ജ്ഞാനത്തിൻ്റെ വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ നമ്മളെ ദേഹത്തിൽ എല്ലാം ഉണ്ട്. ബന്ധമായി നാനാത്വമായി ഇങ്ങനെ ഇരിക്കുന്നു സൃഷ്ടിയാദി കാലത്തിങ്കൽ പ്രകൃതി തൻ്റെ നില. അതുകൂടെ പറയാം.
സൃഷ്ടി ആദ്യ കാലം എന്ന് വെച്ചാൽ സൃഷ്ടിയാദി ഈ സൃഷ്ടികൾ എന്നാ തുടങ്ങുന്നത്? അതാണ് ആദ്യകാലം. സൃഷ്ടികൾ തുടങ്ങിയ കാലത്തിൽ പ്രകൃതി ആരാ? നമ്മളെല്ലാവരും ഈ പ്രകൃതിയിലാണ്. ഈ പ്രകൃതിയുടെ നില എന്താണ്? ഈ പ്രകൃതി എന്ത് നിലയിലാണ് അന്ന് നിൽക്കുന്നത്? അതെങ്ങനെ? ഇഷ്ടയായി കാരണാതിരൂപിണിയായും ഇഷ്ടയായിക്കൊണ്ട് എല്ലാ പ്രകൃതിയുടെ നില നമ്മളെയൊക്കെ സൃഷ്ടിക്കാനുള്ള അത്ര താല്പര്യത്തോടു കൂടി ഇതെല്ലാം കാരണക്കാരിയായി ആദ്യ രൂപം ഈ പ്രകൃതിക്കല്ലേ ഉള്ളൂ. ആദ്യ രൂപിണിയായും കാര്യകാരണ തുല്യയായിട്ടും ഉടൻ അദ്വൈതികൾക്ക് കാര്യമായി കൊണ്ടുനിന്നു കാരണം സംഗ്രഹിക്കും. അദ്വൈതം വെച്ചാൽ ഏകമായിരിക്കുന്ന ഈ ജ്ഞാനികൾക്ക് ഇവിടെ കാര്യമായി കൊണ്ട് തന്നെ നിന്ന് കാരണം സംഗ്രഹിക്കും. കാരണമെന്നേ കാര്യമില്ലെന്ന് തോന്നിച്ചിട്ട് ഒരു കാരണമില്ലാതൊരു കാര്യം ഉണ്ടാകത്തില്ലെന്ന് തോന്നി. കാരണം എന്തിനെങ്കിലും ഒരു കാരണമാണ്. നമ്മളൊരു സ്ഥലത്ത് പോകണമെന്നൊക്കെ എന്തിനാ പോകണം? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരു സ്ഥലത്ത് പോകില്ലല്ലോ. അതുപോലെ ഇവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണ്, എന്തെങ്കിലും ഒരു കാരണം കൂടാതെ ഒരു കാര്യമില്ലെന്ന് തോന്നിച്ചിട്ട് എന്ത് വന്നു? കാര്യകാരണം ഒന്നാം പ്രകൃതി നിൽപ്പതോർത്താൽ സംസാരിക്ക് അനന്തമായി തോന്നിച്ചു ശക്തിയായി. അപ്പോൾ ഈ കാര്യകാരണം ഒന്നാം പ്രകൃതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിദ്യയും വിദ്യയുമാണ് പ്രകൃതി. വിദ്യ കൊണ്ട് നമുക്ക് മുക്തനാവാം. എന്നാലോ വിദ്യ ഇല്ലെങ്കിലോ അവിദ്യ കൊണ്ട് ഈ സംസാരത്തിൽ കിടക്കാം, ഈ ലോകത്ത് കിടക്കാം, എങ്ങോട്ടും കരകയറി മുക്തിയിലേക്ക് പോവില്ല. അപ്പോൾ ഇവിടെ അവിദ്യയും വിദ്യയുമാണ്. അതാണെന്ന് തോന്നി ഒന്നാം നിലയെന്ന് പറയുന്നത്. പ്രകൃതിക്ക് ഒരേ ഒരു പൂർണ്ണമായ ഒരു ജ്ഞാനമാകുന്നൊരു പ്രകൃതിക്ക് രണ്ടായി വിഭജിച്ചിട്ട് ഒരു പകുതി ജ്ഞാനം എന്താണ്? അവിദ്യ. പകുതി എന്താണ്? വിദ്യ. ഈ നമ്മളെല്ലാവരും അവിദ്യയിൽ കിടക്കുക, അറിവില്ലാതെ കിടക്കുക. അപ്പോൾ എന്താ? പ്രകൃതിക്ക് എന്താണ്? സംസാരമാണ്. ഈ ലോകത്തുനിന്ന് കരകയറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശ്വരങ്ങളിലേക്ക് എത്താൻ വിദ്യ വേണം. അപ്പോൾ പ്രകൃതിയിൽ ഒരു ഭാഗം എന്താണ്? വിദ്യ, ശക്തി സ്വരൂപിണി, പരാശക്തി വിദ്യയാണ്. നമ്മളിലെല്ലാം ആ വിദ്യാരൂപിണി നമ്മൾ തന്നെ ഉണ്ട്. നമുക്കത് മനസ്സിലാക്കി ഇതൊക്കെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകണം. അതിന് നമ്മൾ സരസ്വതി ദേവിയൊക്കെ പ്രാർത്ഥിക്കുന്നതിനാ വിദ്യ തരണമേ, നമുക്ക് വിജ്ഞാനം ഉണ്ടാകണമേ, നമുക്ക് പ്രജ്ഞാനം തരണമേ. ഈ അറിവ് വന്നെങ്കിലേ നമുക്ക് പരമാത്മാവ് ലയം പ്രാപിക്കാൻ പറ്റും. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ചിടാൻ കിട്ടുമോ? നന്നായി നമുക്ക് അഭ്യസിച്ച് ഈ ജ്ഞാനമെല്ലാം ഉൾക്കൊണ്ട് ഭഗവാൻ നമ്മൾ എന്തായി തീരുക എന്നുള്ള ഒരുപാട് അറിവ് നേടണം, ജ്ഞാനം വരണം, ഭക്തി ഉണ്ടാകണം, ഈശ്വരനെ സ്നേഹിക്കണം. ഭക്തിയോട് ഇതൊക്കെ വന്നെങ്കിൽ ഭക്തി യോഗവും, ഒരു യോഗിയാകണമെങ്കിൽ ഭക്തി കൊണ്ട് യോഗമാവാം. ഭഗവാനുള്ള ചിന്തയിൽ ഇങ്ങനെ നമുക്ക് മുഴുകിയിരിക്കുമ്പോൾ തന്നെ അത് യോഗമാണ്. അതുപോലെ തന്നെ ജ്ഞാനയോഗം ഇതൊക്കെ അറിയുമ്പോൾ വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അത്രത്തോളം അല്ലെങ്കിൽ ഇഴിഞ്ഞിറങ്ങുന്നൊരു യോഗമാണ്. അതെല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദാനുഭൂതിയിൽ വരുന്നത് ധ്യാനത്തിൽ ഇരിക്കണം. ഈ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ആനന്ദം ഉണ്ടാകുന്നത് ചിലപ്പോൾ ഈ ആനന്ദം കിട്ടിയതുകൊണ്ടായിരിക്കാം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും, എനിക്കത് അറിയില്ല മക്കളെ. അതായിരിക്കും ചിലപ്പോൾ സത്യം. എനിക്ക് സത്യത്തിൽ ഞാൻ ധരിക്കുന്ന, ഞാൻ അനുഭവിക്കുന്ന ആനന്ദം ഇത് വായിക്കുമ്പോഴും ഇതൊക്കെ ചൊല്ലുമ്പോഴും അനുഭൂതി ഉണ്ടാകുന്നത് എല്ലാവരും അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ചില ഭക്ത മക്കൾക്ക് ഇല്ലാതില്ല, ഉണ്ട്. ജഗദാനന്ദ എപ്പോഴും പറയാറുണ്ട് അത്രയ്ക്ക് ലഹരിയാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ലഹരി വരുന്നത്? അറിഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കണം. വചനം പറയുമ്പോൾ അറിയണം എന്താ ഞാൻ ഈ വായിക്കുന്നത്. ഭഗവാന്റെ കഥകളാണെങ്കിൽ അത്രത്തോളം ഇഴിഞ്ഞിറങ്ങുന്ന ഭക്തി നമ്മൾക്കുണ്ടാവും. ഈ ഭക്തിയും ഈ അറിവും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു ലയം. എന്നിട്ട് വേണം ഇരുന്നങ്ങ് ധ്യാനിച്ചോണം. പിന്നെ അനങ്ങണ്ട. ധ്യാനത്തിലിരുന്ന് മുഴുകി അങ്ങ് ഇരുന്നിരുന്ന് നമുക്ക് ഒടുക്ക എന്ത് വരും? ഒരു പ്രത്യേകത അതങ്ങ് ഉണ്ടാകും. ഒരു സമയം ഭഗവാനോട് വിചാരിക്കും, എത്രയോ നാളുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ധ്യാനിക്കുന്നു, ഇനി ഇതിന് കൊടുക്കേണ്ടത് കൊടുക്കണം, കിട്ടേണ്ടത് കിട്ടിക്കോട്ടെ എന്ന് ഭഗവാനോടങ്ങ് കൃപ വിചാരിച്ചാൽ നമുക്ക് കിട്ടത്തില്ലയോ? എന്നാൽ പിന്നെ ഈ ആനന്ദം എപ്പോഴും അനുഭവിച്ചൂടെ? ആ കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടാതാനും. എങ്ങും പോകണ്ട, ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട, എല്ലാം തൃപ്തികരമാണ്. ആ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ പഠിച്ചിട്ടാ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടാ വരുന്നത്. വെറുതെ ഒന്നും അറിയാത്തൊരു മന്ദബുദ്ധി എടുത്ത് ധ്യാനിക്കാതിരുന്നാൽ എന്ത് വെറുതെ കണ്ണടച്ചിരിക്കും, അത്ര തന്നെയാണ്. ഒരു മരമണ്ട മലനെ കണക്ക് ഒരാൾ ഞാനും ധ്യാനിക്കുക, ചുമ്മാ കണ്ണടച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ഈശ്വരനെയൊക്കെ ഇതൊന്നും അറിയണ്ടേ? എന്താണ് ഭഗവാൻ പരമാത്മ, എന്താ, ഏതാ പ്രകൃതി, എന്താണ് പുരുഷൻ, എന്താണ്, അതൊക്കെ നമ്മൾ ഇതിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്.
കാര്യകാരണം ഒന്നാം പ്രകൃതി നിൽപ്പതോർത്താൽ സംസാരിക്ക് അനന്തമായി തോന്നിച്ചു. അങ്ങനെ ഇങ്ങനെ ഓർത്താൽ ഈ പിന്നെ സംസാരം വെച്ചാൽ ഈ ലോകജീവിതത്തിൽ കിടക്കുന്നവർ സംസാരികളാണ്, ഈ ബാഹ്യലോകത്ത്. അപ്പോൾ അവർക്ക് അനന്തമായി തോന്നിച്ച് ശക്തിയായി സംസാര ചിഹ്നം തനിക്ക് ഏകമായി ശൂന്യമായി കേവലമാത്രമായി നിൽക്കുന്നു. നിരൂപിച്ചാൽ കേവലം രണ്ടുമില്ല, പ്രകൃതി ഒന്നുമില്ല. ഇങ്ങനെ വിചാരിച്ചാൽ എന്താ അവിടെ പ്രകൃതിയും ഇല്ല, പുരുഷനുമില്ല, എന്താ അവിടെ ആനന്ദം? ഇതൊക്കെ അനുഭവിച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ യഥാർത്ഥ പരമാത്മാവിനെ രുചിച്ചറിഞ്ഞ് ആത്മാവിൽ അറിഞ്ഞു വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല, പിന്നെ പ്രകൃതി അല്ല, ആത്മാവ് മാത്രമായിട്ടൊരു ആനന്ദ നിർവൃതി വരുമ്പോൾ ഇവിടെ നമ്മുടെ എന്നുവെച്ചാൽ മായ എന്താ പ്രകൃതി, എന്താണ് പ്രകൃതി? നമ്മുടെ ശരീരം. നമ്മൾ ഈ അനുഭൂതി അനുഭവിച്ച് അറിയുമ്പോൾ പിന്നെ നമുക്ക് ശരീരബോധം ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അവിടെ പ്രകൃതി ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്, ശൂന്യാവസ്ഥയാണ്. അതുവരെ നമ്മൾ പ്രകൃതി പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിക്കും. ഇത് പ്രകൃതിയാണ്, നമ്മളെല്ലാം പ്രകൃതിയാണ്, നമ്മൾ പരമാത്മാവുണ്ട്, ചൈതന്യമാണ്, ഭഗവാന്റെ മക്കളാണ്, ദേഹമെടുത്ത് പഞ്ചഭൂത നിർമ്മിതമാണ്. ഇതൊക്കെ അറിഞ്ഞ് ധ്യാനത്തിൽ കൂടി ആ കിട്ടേണ്ട ലെവലായി കഴിഞ്ഞാൽ, ആ അനുഭൂതി ആനന്ദ അനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ശരീരബോധം ഉണ്ടോ? നമ്മൾ എത്രത്തോളം മണിക്കൂർ ഇരിക്കുമോ അത്രത്തോളം സമയവും നമ്മൾ എന്താ ഒരു ആനന്ദ ഒരു ശൂന്യാവസ്ഥയാണ്. ഒന്നും അതിൽ നിന്ന് ഉണരുമ്പോഴാണ്, ആ തപസ്സിൽ നിന്ന് സമാധി നിലയാണ്. അതിൽ നിന്ന് ഉണരുമ്പോഴെന്താ, അയ്യോ ഞാൻ ഇവിടെ ഇരുന്നോ, ഞാൻ എപ്പോൾ ഇരുന്നു, എത്ര സമയമായി, ഇവിടെ ദേഹമൊക്കെ ഉണ്ടായിരുന്നോ, എന്നിട്ട് അങ്ങനെയൊക്കെ എന്നുള്ളൊരു അവസ്ഥയിലാണ് ആ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ നമുക്ക് സ്ഥിരം ദിവസേന കൃത്യനിഷ്ഠയായിട്ട് ചെയ്ത് വരുമ്പോഴാണ് ആ അനുഭൂതി നമുക്ക് ഉണ്ടാകുന്നത്. അത് കിട്ടിയാൽ പിന്നെ എന്താ, അത് സംരക്ഷിച്ചുകൊണ്ട് ഇരുന്നാൽ മതി. എങ്ങനെ സംരക്ഷിക്കണം? നമ്മൾ അങ്ങനെ ആയി തീരുമ്പോഴാണ് ആ അവസ്ഥ നമുക്ക് വരുന്നത്. നമ്മൾ എത്രമാത്രം ശുദ്ധനാണോ, ഇതെല്ലാം കൊണ്ട് ശുദ്ധനാണോ അല്ലെങ്കിൽ ശുദ്ധയാണോ, അങ്ങനെ വരുമ്പോഴേ ഈ അനുഭൂതി നമുക്ക് വരത്തുള്ളൂ. അങ്ങനെ ശുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തി ഒരു തെറ്റിനും പോവില്ലല്ലോ. തെറ്റ് ചെയ്തെങ്കിലല്ലേ ആ കിട്ടിയത് പോവുള്ളൂ. ആ കിട്ടിയ അറിവ് എന്താണ്, പരമാത്മാ ചൈതന്യം ഉൾക്കൊള്ളാൻ ആ അനുഭൂതി വന്നാൽ നമുക്ക് വേറെ അതിൽ നിന്ന് നമ്മൾ അനുഭവിച്ച് കിട്ടിക്കൊണ്ടെന്ന് നമുക്ക് എങ്ങനെ പോകും? നമ്മൾ പിന്നെ ഒരു കുറ്റകൃത്യങ്ങളോ യാതൊരു മനസ്സാ വാച അതിന് മുന്നേ തന്നെ ഇല്ലാത്തതുകൊണ്ടല്ലേ നമുക്കത് വരുന്നത്, ആ അനുഭവം വരുന്നത്. അത് എത്രത്തോളം നിഷ്കളങ്കമായ ഹൃദയവും എല്ലാം ഒത്തിണങ്ങി വരുന്ന ശുദ്ധ ആത്മാവിനാണ്. അപ്പോൾ അത് പിന്നെ ഒരു തെറ്റും അവർ ചെയ്യില്ല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെറ്റുകൾ കണ്ടാൽ തെറ്റാണെന്ന് പറയുന്നതല്ല, നമ്മളൊരു തെറ്റുണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും, അവരെന്നെ ഇങ്ങനെ പറഞ്ഞില്ലയോ, പക്ഷേ ഈ തോന്നൽ അവർക്കാണ്, നമുക്കില്ല. നമ്മൾ അവരെ നന്നാവാൻ വേണ്ടി എന്തെങ്കിലും ചിലപ്പോൾ തെറ്റാന്ന് പറയുന്നതാണ്. അത് പറഞ്ഞില്ലെങ്കിൽ പാപമല്ലേ? ഭഗവാൻ പറയില്ലേ, ആ കുട്ടി നശിച്ചു പോയി, നീ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്താ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഉത്തരവുണ്ടോ? പക്ഷെ അപ്പോഴവർക്ക് തോന്നും ഇവരെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ പിന്നെ കുട്ടി ആദ്യം കയ്പായിട്ട് തോന്നും. കാരണം മൂത്തോർ ചൊല്ലും നെല്ലിക്ക മുമ്പേ കയ്ക്കും, പിന്നെ മധുരിക്കും. ഈ മധുരം വരുമ്പോൾ ഈ കുട്ടി മനസ്സിലാക്കാം, അയ്യോ അന്ന് ആ അമ്മ എന്തൊക്കെ എന്നെ പറഞ്ഞത്, എൻ്റെ തെറ്റിനെ തിരുത്തി, ഇപ്പം ഞാൻ അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി, ഞാനിപ്പോൾ അറിവുള്ളവളായി. അപ്പോഴാ അമ്മ എന്ത് ചിന്തിക്കുക. ആദ്യം കേൾക്കുമ്പോൾ അങ്ങനെയാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം കയ്പാട്ട് തന്നെ തോന്നും. അത് അത് മധുരിക്കുമ്പോൾ ആ കുട്ടി അറിയും. അപ്പോൾ നമ്മൾ അടങ്ങി മിണ്ടാതിരുന്നാൽ പറ്റൂ? അപ്പോൾ തെറ്റെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നൂടെ, നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ കാര്യം പറയാൻ ഇപ്പം വയ്യ മക്കളെ, പറഞ്ഞാൽ ഇങ്ങനെ അനങ്ങാതെ പറഞ്ഞുകൊണ്ടിരിക്കും, നിർത്തത്തില്ല. ഇങ്ങനെ ഇപ്പോൾ ഒരു കുഴപ്പമായി വന്നേക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ വായിച്ചു. കാര്യകാരണം ഒന്നാം പ്രകൃതി. അപ്പം പ്രകൃതി രണ്ടെന്ന് അർത്ഥം വന്നേ. ഒന്നാം പ്രകൃതി എന്ന് പറയുമ്പോൾ എന്താ അപ്പം രണ്ടുണ്ട്. എന്താണ്? അവിദ്യയും വിദ്യയും. അത് ഞാൻ ഊഹിച്ചെടുക്കുന്നതാണേ മക്കളെ. കാരണം എനിക്ക് നേരത്തെ നമ്മൾ പലതിലും വായിച്ചിട്ടുണ്ട്, വിദ്യ അവിദ്യ. അപ്പോൾ ഒന്നാം പ്രകൃതി എന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കണം പകുതിയാണെന്ന്, രണ്ടായിട്ട്. കാരണം അവിദ്യയും വിദ്യയുമാണ്. അതുകൊണ്ട് പ്രകൃതി നിൽപ്പത് ഓർത്താൽ സംസാരിക്ക് ഈ അവിദ്യയാണ് സംസാരം. ഈ ലോക ജീവിതം അവിദ്യയാണ്. ആ സംസാരത്തിൽ നിന്ന് മുക്തനായെങ്കിൽ മാത്രമേ വിദ്യ കൊണ്ട് വേണം മുക്തനാവാൻ. ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച് അത് അനുഭവത്തിൽ കൂടെ വന്ന് വരുമ്പോഴാണ് നമ്മൾ അതിൽ മുക്തനാകുന്നത്. അതാണ് വിദ്യ. അതുകൊണ്ട് അതിനു മുമ്പ് നമ്മളെല്ലാവരും ഈ സംസാരിയാണ്. ഈ ലോക ജീവിതത്തിൽ അങ്ങനെയാണ്.
സംസാരിക്ക് അനന്തമായി തോന്നിച്ചു. ശക്തിയായി സംസാര ചിഹ്നം തനിക്കേകമായി ശൂന്യമായി കേവല മാത്രമായി നിൽക്കുന്നു നിരൂപിച്ചാൽ. കേവലം രണ്ടുമില്ല, പ്രകൃതി ഒന്നുമില്ല. അപ്പോഴെന്താണ് ഈ നമുക്ക് സംസാരിക്ക് അനന്തമായി തോന്നിച്ചെന്നാലോ ശക്തിയായി സംസാര ചിഹ്നം എന്താണ്? തനിക്ക് ഏകമായും ശൂന്യമാകുന്ന അവസ്ഥ. അത് വിദ്യയാണൊന്ന്. അപ്പം സംസാരിക്ക് അതായത് പ്രകൃതിയുടെ ഒന്നാം നില ഈ ലോക ജീവിതത്തിൻ്റെ ആണ്, സംസാരത്തിനുള്ളതാ അവിദ്യ. എന്നാൽ എന്താണ് വിദ്യ? നമ്മൾ അതിൻ്റെ ചിഹ്നം എന്താണ്? അതിൻ്റെ ലക്ഷണം എന്താണ്? നമുക്ക് ഏകമാണ്. അവിടെ ശിഷ്യനുമില്ല, ഗുരുവുമില്ല, ഒന്നുമില്ല. എല്ലാം പരമാത്മാവായി മാറിക്കഴിയുക. ആത്മ അല്ലാതെ അവിടെ ശബ്ദം ബ്രഹ്മമൊന്നും ഇല്ല. അതുവരെ നമ്മൾ അത് പുരുഷനെന്നും പിന്നെ പ്രകൃതി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നടക്കും. പക്ഷേ ഈ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പുരുഷനെന്നോ ഒന്നുമില്ല. വെറും ആ ചൈതന്യം, ആ അനുഭൂതി മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ എന്താ? ശൂന്യമാണ്. ഏകമായും പിന്നെ അത് ശൂന്യമായും കേവലം മാത്രമായി നിൽക്കുന്നു നിരൂപിച്ചാൽ. അങ്ങനെ ഓർത്താൽ എന്താണ്? കേവലം രണ്ടുമില്ല, പ്രകൃതി ഒന്നുമില്ല. അവിടെ പ്രകൃതിയും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഇത് ശരീരമില്ല. നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്കവിടെ ശരീരമില്ലാത്തൊരവസ്ഥയാണ്, ശരീരബോധമില്ല. അതെന്താണ്? നമ്മൾ ലയിച്ചു കഴിഞ്ഞു, മനസ്സിനെ അവിടെ സമാധി നിലയിലായി. സമാധിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഈ ലോക ജീവിതമായിട്ട് എന്തെങ്കിലും തോന്നലുണ്ടോ? എന്തെങ്കിലും ഉള്ളിലുണ്ടോ? ഒന്നുമില്ല. ശൂന്യാവസ്ഥയാണ്. അവിടെ ശരീരബോധവും ഇല്ല. നമുക്ക് പ്രപഞ്ചം എന്താണെന്നോ നമ്മൾ എവിടെ ഇരിക്കുന്നെന്നോ യാതൊരു ബോധമില്ല. എപ്പോഴെങ്കിലും ആ നിർവൃതിയിൽ നിന്ന് നമ്മൾ ഉണരുമ്പോഴാണ് അയ്യോ ഞാനിവിടെ ഇരുന്നിട്ട് എത്ര മണിക്കൂറായി. എൻ്റെ അനുഭവം പറയുവാണേ മക്കളെ, ഞാനിത് ആദ്യകാലത്ത് 32 വയസ്സുള്ള ഇവിടെ താമസമായപ്പോഴെല്ലാം എനിക്ക് ആരും പറഞ്ഞു തന്നോന്നല്ല, ഞാൻ ഇങ്ങനെയായിരുന്നു. എനിക്കിങ്ങനെ ഇരുന്നില്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാനങ്ങനെ എത്ര മണിക്കൂർ വേണം ഞാൻ ഇരിക്കുമായിരുന്നു. അത് ഇപ്പം അതേപോലെ കാണുന്നത് നമ്മുടെ ഇഷായിൽ സൽഗുരുവിൻ്റെ കുറേ ഭക്തരവിടെ അങ്ങനെ അങ്ങ് ഇരിക്കും. ഒരു ലയമാ. ചിലരിങ്ങനെ കണ്ണുനീര് ഒഴുകിയിരിക്കും. ഞാനും അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം. കണ്ണുനീര് ഇങ്ങനെ എണീക്കുമ്പോൾ ഞാൻ ഉണരുമ്പോൾ ഉറക്കമല്ല, നിദ്ര എന്ന് വെച്ചാൽ ഉറക്കമല്ല. ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളും ഈ കണ്ണുനീര് മുങ്ങി തന്നെ ഇരിക്കുന്നത്, അറിയുന്നേ ഇല്ല. അങ്ങനെ എത്ര നാളിരിക്കും. 40 വയസ്സായപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയി. അതാണ് സംഭവം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദിവസേന കൃത്യനിഷ്ഠയായിട്ട് സന്ധ്യാസമയത്തിൽ ആദ്യം എന്താ ചെയ്യുക? ഭഗവാനോടുള്ള പ്രേമമാകുന്ന ഭക്തിയിൽ സന്ധ്യയ്ക്കിരുന്നങ്ങ് ആരാധിക്കുക. നന്നായി സ്തോത്രഗീതം ചൊല്ലുക. സ്തോത്രയാഗമാണ് അത്. അങ്ങനെ ഭഗവാനെ അങ്ങ് പ്രീതിപ്പെടുത്തി നമ്മൾ അതിലങ്ങ് ഇഴിഞ്ഞിറങ്ങുക. കൂടുതലും കുറച്ച് ഈ വചനങ്ങളും വായിക്കുക. ഈ ഭഗവത് കഥകളിങ്ങനെ വായിക്കുമ്പം എനിക്കെന്താ ഭഗവാനെ, എനിക്കെന്താ അങ്ങനെ ആവാത്ത ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളോ അല്ലെങ്കിൽ മറ്റ് നല്ല നല്ല മഹാത്മാക്കളുടെ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മൾ അതൊക്കെ പകലിരുന്ന് അങ്ങോട്ട് വായിക്കണം. സന്ധ്യയാകുമ്പം അത് അങ്ങോട്ട് എന്താ പറയുക, അയവിറക്കിക്കൊണ്ടിരുന്നങ്ങ് പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥനയാ? ഒരു നേരമെങ്കിലും കാണാതെ വൈൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ആ ഒരു നേരമെങ്കിലും അത് കാണണം ഭഗവാനെ. ആ പരമാത്മാവായ ജഗദീശ്വരനാണ് കൃഷ്ണൻ. നമ്മൾ ഉൾക്കൊള്ളണം. എങ്ങനെ ഉൾക്കൊള്ളും? ഇതൊക്കെ വായിച്ച് പഠിക്കുന്ന അതിനാ. കൃഷ്ണൻ പരമാത്മാവാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഭാഗവതം പഠിക്കണം. ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം ഗുരുവായിട്ട് നിന്നത് എന്താ? ആ പരമേശ്വരൻ പിതാവാണ്. ആ പിതാവ് ഇവിടെ ഗുരുവായി വന്ന് നമുക്ക് ഒന്നും അറിയാമേത്ത ഉദ്ധവരെ പോലെ നമ്മളെല്ലാവരും നന്നായിക്കൊള്ളട്ടെന്നും പറഞ്ഞ് വന്നതാ. അതുകൊണ്ടത് ഒരു മനുഷ്യനാണോ? പരമാത്മാവ് ജഗദീശ്വരനല്ലേ, ലോക പിതാവല്ലേ, നമ്മുടെ എല്ലാ സർവ്വ സൃഷ്ടികളുടെയും പിതാവല്ലേ. അപ്പോൾ ഈ ഒരു നേരമെങ്കിലും കാണാതെ എന്ന് പറയാൻ നമ്മളെന്താ? ആ പരമാത്മാവായ ജഗദീശ്വര, അങ്ങേ എനിക്ക് ഒരു നേരം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് ആ നാദം കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇതങ്ങോട്ട് അറിഞ്ഞങ്ങോട്ട് ചൊല്ലണം. ഒരു നേരമെങ്കിലും കാണാതെ വൈൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം.
ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇങ്ങനൊന്നുമല്ല, എനിക്കിപ്പം വയ്യ ചൊല്ലാനേ. ഇത് ഭക്തിയായിട്ട് ഒത്തിരികൂടെ ഇഴിഞ്ഞിറങ്ങി അങ്ങോട്ട് മനസ്സലിഞ്ഞ് കണ്ണുനീരൊഴുകി ആ ഭഗവാനെ, പരമാത്മാവായ ജഗദീശ്വര, ആ കൃഷ്ണനായി വന്ന ആ അവതാരമൂർത്തിയെ നന്നായി അങ്ങ് ഇഴിഞ്ഞിറങ്ങി അങ്ങനെ എത്ര നാമങ്ങളുണ്ടോ ഒക്കെ അങ്ങ് ചൊല്ലണം. ശംഭുനാമ ചന്ദ്രചൂട സമദാന പ്രിയ വിഭോ. അത് ശംഭു ഭഗവാൻ പരമേശ്വരൻ്റെയാണ്. ആ പരംപിതാവാകുന്ന പരമേശ്വരനും പരമാത്മാവായിരിക്കുന്ന നാരായണനും വല്ല അന്യതാണോ? എല്ലാം ഏകമല്ലേ? കൃഷ്ണ എന്ന് പറഞ്ഞാലും ശിവനെന്ന് പറഞ്ഞാലും ശിവൻ മംഗളസ്വരൂപനായിരിക്കുന്നത് ആ പരമാത്മാവല്ലേ? അപ്പോൾ നമുക്ക് ഏതാണ്? ഒന്നേ ഉള്ളൂ. ആ എന്ത് നാമമോ ആയിക്കോട്ടെ, നമുക്ക് ഏകാത്മാവായ പരമേശ്വരൻ അല്ലാതെ മറ്റൊരു ചിന്ത വേണ്ട. കൃഷ്ണ എന്ന് പറഞ്ഞാലും അയ്യപ്പ എന്ന് പറഞ്ഞാലും എല്ലാം ആ പരബ്രഹ്മമാണെന്ന് സങ്കല്പിച്ചോണം, ഉള്ളിൽ അങ്ങ് ഇഴിഞ്ഞിറങ്ങിക്കൊള്ളണം. കൃഷ്ണനെ ഒരു നേരം അപ്പം അന്ന് അവതാരം എടുത്ത കൃഷ്ണനെ നമുക്ക് ഒന്നുകിൽ ആ പരമാത്മാവിനെ നമുക്ക് അങ്ങനെ കാണാം, അതല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയാം. അതുമല്ല, ഒരു നിഷ്കളങ്കമായ ഒരു ഒന്നൊന്നര വയസ്സുള്ള കുട്ടിയാണോ അങ്ങനെ ഉരുണ്ട് നിലവിളിച്ചാൽ പരമാത്മാവ് പ്രത്യക്ഷമാകും. അത് ഇന്ന രൂപമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ലോകം മൊത്തവും രൂപം ഭഗവാന്റെയാണ്. അത് ഏത് രൂപമായിട്ടാണെങ്കിലും ഭഗവാന് നമുക്ക് പ്രത്യക്ഷമായി വരാം. ഇന്ന രൂപമൊന്നുമില്ല. പരമേശ്വരൻ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന രൂപങ്ങളെല്ലാം ഭഗവാന്റെ തന്നെയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതായിട്ടല്ല, അവിടെ എന്താ ഈശ്വരനെ വിചാരിച്ചേക്കുന്നത്, അതൊരു നിഷ്കളങ്കമായൊരു കുഞ്ഞാൻ്റെ ഒരു സ്വഭാവം ശുദ്ധ ഹൃദയക്കാരന് കാണാൻ പറ്റും. അത് എന്താണ്? അറിവില്ല കുട്ടിക്ക് നിലവിളിയാണ്, എനിക്ക് എൻ്റെ പിതാവിനെ വേണം, എനിക്കെൻ്റെ പിതാവിന് 90 വയസ്സായാലും എൻ്റെ പിതാവ്, എൻ്റെ ജഗദീശ്വരൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ ഒരു നിലവിളി, ഒരു ഏങ്ങക്കും ഒരു ഉരുണ്ടൊരു നിലവിളി വന്നാൽ ഭഗവാൻ വന്നിരിക്കും. അരൂപി അപ്പോൾ നമ്മൾ അറിയും ഭഗവാൻ അരൂപിയല്ല, എല്ലാത്തിലും അന്തര്യാമിയായി നമ്മുടെ കണ്ണിനെ കാണാൻ പറ്റാത്തതൊക്കെ ഇരിക്കുകയാണ്. ആ ജഗദീശ്വരൻ എല്ലാം കാണുന്നുണ്ട്. ആ പരമാത്മാന് ഒന്നും അസാധ്യമല്ല. ഒരു കുട്ടി നിലവിളിച്ചാൽ, ഒരു അമ്മയുടെ മുമ്പിൽ കിടന്ന കുട്ടി നെട്ടിയെടുത്ത് കരഞ്ഞാൽ ആ അമ്മ കൊടുക്കും കുട്ടിക്ക്. അത് തന്നെയാണ് നമ്മുടെ അമ്മയും അച്ഛനും തന്നെയാണ് പിതാവ്. അപ്പം നമുക്ക് എന്ത് വേണം? ഈ ഒരു മനോഭാവം നമ്മളിൽ വേണം. എനിക്ക് കിട്ടിയേ പറ്റൂ, എൻ്റെ പിതാവാണ്, എനിക്ക് തരണം, എനിക്ക് കിട്ടണം, ആ നിർബന്ധമാണ്. ഒരു വയസ്സുള്ള കുട്ടിക്കേ പറ്റൂ. അപ്പം എത്ര വയസ്സായാലും, നമുക്ക് 125 വയസ്സായാലും നമ്മുടെ മനസ്സൊരു കുഞ്ഞിനെ പോലെ ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വിളിച്ചാലേ ഭഗവാൻ വിളി കേൾക്കൂ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇന്ന് ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മളൊരു ഹൃദയശുദ്ധിയായിട്ട് ഇരിക്കുക, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ശുദ്ധി വരുത്തുക. എന്നിട്ട് ഭഗവാൻ ഭക്തിയോട് പ്രേമമാകുന്ന ഭക്തിയിൽ നമ്മൾ ആരാധിക്കുക, നന്നായി സ്തുതിക്കുക. കലികാലത്ത് കീർത്തനങ്ങൾ ചൊല്ലണം, ഭഗവാനെ സ്തുതിക്കണം, നമുക്ക് തന്ന നന്ദികൾ അർപ്പിക്കുക. എന്താ നമുക്ക് ദിവസേന നമുക്ക് തരുന്നത്? നമുക്ക് ആയുസ്, ആരോഗ്യം തന്നു, നമുക്ക് നല്ല കൈയും കാലം തന്നു, നമുക്ക് വീട്, നമുക്ക് വിദ്യ, ഇതൊക്കെയും നന്ദി പറഞ്ഞ് അർപ്പിക്കണം നമ്മൾ ഭഗവാന്. അങ്ങനെ നന്ദിയുള്ളവരാണെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളെ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇനി വായിച്ചു പോകാൻ സമയം പോന്നു. എനിക്കിപ്പോൾ ഒരു കുഴപ്പമുണ്ട്, പറഞ്ഞുകൊണ്ടങ്ങ് ഇരുന്ന് പോളും, ഞാൻ അറിയില്ല. അങ്ങനെ ഇവിടെ എന്താ നമ്മൾ വായിച്ചൊന്നും മറന്നുപോയല്ലോ. ഇവിടം വരെ വായിച്ചൊന്നും ഒരു പിടിയില്ല, നിർത്തിയിട്ട് നോക്കാം. കിട്ടി ഇവിടെ. അപ്പോൾ കേവലം മാത്രമായി നിൽക്കുന്നു നിരൂപിച്ചാൽ കേവലം രണ്ടുമില്ല, പ്രകൃതി ഒന്നുമില്ല. അപ്പം നമുക്ക് ആ ധ്യാനത്തിൽ കൂടി മുഴുകുമ്പോൾ യാതൊന്നുമില്ല, ശൂന്യാവസ്ഥ. ഇത്തരം ജ്ഞാനശക്തിയായിട്ട് മുക്തന്മാർക്കും അപ്പോൾ എന്താണ് രണ്ടായി നിൽക്കുന്നത്? ഒരു പകുതി ജ്ഞാനം എന്താണ്? പ്രകൃതി ജ്ഞാനശക്തിയായിട്ട്, അറിവാണ് ജ്ഞാനം, വിദ്യ. ആർക്കാണ്? മുക്തന്മാർക്ക്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ എത്ര പേര് നമുക്ക് മുക്തനാവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അവർക്ക് വേണ്ടിയാണ് പകുതി പ്രകൃതി, വിദ്യാരൂപിണി. അപ്പോൾ പകുതി അങ്ങനെ പോയി. അങ്ങനെ ഇത്തരം ജ്ഞാനശക്തിയായിട്ട് മുക്തന്മാർക്കും നിൽക്കുന്ന പ്രകൃതി തന്നെ അവസ്ഥ ചിത്രമോർത്താൽ ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമല്ലേ, അത്ഭുതമല്ലേ? ഈ പ്രകൃതി എന്നൊക്കെ പറയാൻ എനിക്ക് അക്ഷരങ്ങൾ തിരിയുന്നില്ല മക്കളെ. ഇപ്പം പ്രകൃതി,
അപ്പോൾ ഇത് ചിത്രമല്ലേ, അത്ഭുതമല്ലേ? മുക്തന്മാർക്ക് ഇവിടെ നിന്ന് മോക്ഷത്തിലേക്ക് കടക്കാൻ വിദ്യ നമുക്ക് വിദ്യ വേണമെങ്കിൽ ആര് തരണം? ആ മഹാമായ പരാശക്തിയിൽ നിന്ന് വിദ്യ. അവിടുന്ന് നമുക്ക് പകുതി നമുക്ക് മുക്തന്മാർക്ക് വേണ്ടി വെച്ചേക്കുക. ആർക്ക് വേണമെങ്കിലും ഈ വിദ്യ എടുക്കാം, ആർക്ക് വേണമെങ്കിലും വായിച്ച് പഠിക്കാം. അതാണ് ആ അമ്മ നമുക്ക് പകുതി പ്രകൃതി, ആ അമ്മയുടെ പകുതി പൂർണ്ണമാണ് അമ്മ. അതിന് പകുതി എടുത്ത് വിദ്യ മുക്തന്മാർക്ക് കൊടുക്കുന്നു. പൃഥിവി നാനാ ശബ്ദ ഭേദ കാര്യങ്ങളായി പൃഥക്കായി മൃർഘടാദി ശബ്ദം പോൽ ദ്വൈതികൾക്ക് കാര്യമായി തോന്നിച്ചിഹ കർമ്മമൂലമായി നിൽപ്പൂ. അങ്ങനെ എന്താ ഇവിടെ പൃഥിവിയിൽ നാനാ ശബ്ദ ഭേദ കാര്യങ്ങളായി പൃഥക്കായി മൃർഘടാദി ശബ്ദം പോലെ ദ്വൈതികൾക്ക്, രണ്ടെന്നുള്ളവർക്ക്, ഇവിടെ മുക്തന്മാരല്ല, ഇവിടെ ദ്വൈതം എന്ന് വെച്ചാൽ അജ്ഞാനികൾക്കാണ് ദ്വൈതം. ഞാനെന്നും നീ എന്നുള്ള ഈ രീതിയാണ് ഈ പ്രകൃതി, ഈ പ്രപഞ്ചം. മുക്തന്മാരങ്ങനല്ല, അദ്വൈതികളാണ്, ഏകമാണ്. സർവത്തിനും ഏകമായ പരമാത്മാനെയാണ് അവർ ദർശിക്കുന്നത്. ഈ ദ്വൈതികൾ അങ്ങനല്ല, അവിടെ ഒരു ദൈവം ഇവിടെ ഒരു ദൈവം, ഞാനെന്നും നീയെന്നും, ഇത് എനിക്ക് വേണം, അതെൻ്റെ വീട്, ഇത് ഇങ്ങനെയുള്ള ഒരു മമതയിൽ കിടക്കുന്ന ദ്വൈതികൾക്ക് കാര്യമായി തോന്നിച്ചിഹ കർമ്മ മൂലമായി നിൽപ്പു. അങ്ങനെ ഇവിടെ എന്താ രജോ ഗുണക്കാരാണ്, അവർക്ക് കർമ്മം ചെയ്ത് കിടക്കുക, ഇങ്ങനെ ആഗ്രഹങ്ങളുടെ പുറകെ നടക്കുക. അവർക്ക് അവിദ്യ മതി, വിദ്യ ഉണ്ടെങ്കിൽ മുക്തനാവാം. അവർക്ക് വേണമെങ്കിൽ സത്വഗുണമെടുത്ത് ഇതൊക്കെ പഠിച്ച് പരമാത്മ ലയം പ്രാപിക്കാം. പക്ഷേ ഇവിടെ എന്താണ്, അവർ കർമ്മത്തിൽ തന്നെ കിടന്ന് കുഴയുക. അവർ കർമ്മം ചെയ്യുന്നു, അവരുടെ ശരീരം വെടിയുമ്പോൾ അടുത്ത വസ്ത്രം, ഒരു വസ്ത്രം പഴകി കളയുമ്പോൾ അടുത്ത വസ്ത്രം ഇടുന്നത് പോലെ അവർ വീണ്ടും വീണ്ടും വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നു. ഇടുന്നത് മുഷിയുമ്പോൾ എടുത്ത് കളയുന്നു. എന്താണ് ശരീരം, വീണ്ടും അടുത്ത വസ്ത്രത്തിൽ കയറുന്നു. ഇത്രയേ ഉള്ളൂ. ആരും മരിക്കുന്നില്ല. കാരണം ആത്മാവിന് മരണമില്ലല്ലോ. ഇങ്ങനെ എന്താ നമ്മൾ ജനിച്ചും മരിച്ചെന്നല്ല എൻ്റെ പറയേണ്ടത്. നമ്മൾ ശരീരം ഇപ്പോൾ ഇവിടെ ഒരു വസ്ത്രം എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത്, അതുപോലെ ശരീരം വസ്ത്രമാണ്. ആരുടെ വസ്ത്രം? ആത്മാവിന് വസിക്കാനുള്ള വസ്ത്രം, വീട്. അതിന് പഴക്കം വരുമ്പോൾ, വസ്ത്രം പഴകുമ്പോൾ എടുത്ത് കളയുന്നത് പോലെ ആ ദേഹം നശിക്കുന്നു. അല്ലാതെ മരണം ആർക്കാ ഉള്ളത്? ആർക്കുമില്ല. കാരണം ഈ ഉള്ളത്തിൽ ആരാ വസിക്കുന്നത്? ആത്മാവല്ലേ. ആത്മാവിന് നാശമില്ലല്ലോ. എന്തായാലും നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ മരിക്കുന്നു, ജനിക്കുന്നു പറയുന്നതാ. അങ്ങനെ പറഞ്ഞു പോണതാ. അത് കേട്ട് കഴിവ് പണ്ടേ അങ്ങനെ ഇരിക്കുന്നുണ്ടാ. പക്ഷേ ഇവിടെ ആരും മരിക്കുന്നില്ല, ആർക്കും മരണമില്ല. പക്ഷേ നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. ഈ ലോക ജീവിതത്തിലേക്ക് എന്താ പറയുക, രജോ ഗുണത്തിൽ മുക്തനാവാത്തവർക്ക് എന്ത് വരുന്നു? നരകസ്വർഗങ്ങളുണ്ട്. തമോ ഗുണക്കാർക്ക് നരകത്തിലേക്കും പോകാം, രജോ ഗുണക്കാർക്ക് വീണ്ടും വീണ്ടും ഭൂമിയിലേക്കും വരാം, സത്വഗുണമെടുത്ത് ഈ സ്വർഗത്തേക്കും പോകുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് ഇവിടെ. അതേ ഉള്ളൂ. ആർക്കും മരണമില്ല. അതിന് അതീതനായി പോയാലോ, നിർഗുണാവസ്ഥ എത്തിയാലോ, അപരോക്ഷജ്ഞാനം വന്നാലോ പരമാത്മാവിൽ ലയിക്കാം. അപ്പോൾ സ്വർഗത്ത് പോകുന്നവരെന്ത് ചെയ്യും? പുണ്യങ്ങളൊക്കെ അവിടെ നന്നായി സുഖിച്ച് ദേവന്മാരൊത്ത് എല്ലാം സുഖിച്ചിട്ട് പുണ്യങ്ങളൊക്കെ തീരുമ്പം, സത്വഗുണമല്ലേ തീരുമ്പോൾ അവർ വീണ്ടും ശരീരം, ഒരു വസ്ത്രം എടുക്കുന്നു ഭൂമിയിൽ, വീണ്ടും നല്ല രീതിയിൽ ജീവിച്ച് സുഖിച്ച്. കാരണം ദുഷ്കർമ്മയല്ലല്ലോ, സൽക്കർമ്മം ചെയ്തു പോകുന്നവർക്ക് ഭൂമിയിലും വന്ന് താമസിച്ചാൽ അവർക്ക് അപ്പോഴും നന്മയായിരിക്കും. അങ്ങനെ പോയി വന്ന് നിൽക്കും, സ്വർഗത്തേക്ക് പോകാം, തിരിച്ചു വരാം. അതല്ല മോക്ഷത്തിലേക്ക് കടന്ന് പോവുകയാണെങ്കിലോ നമുക്ക് പിന്നെ തിരിച്ച് വരേണ്ടതായിട്ടില്ല. സായുജ്യം പ്രാപിക്കാം. അതുകൊണ്ടിവിടെ കാര്യമായി തോന്നിച്ചിഹ കർമ്മ മൂലമായി നിൽപ്പു. കാരണജ്ഞാനികൾക്കും മണ്ണായി ഭേദശബ്ദം നാസ്തിയായി തോന്നിച്ചത് രണ്ടിനും ഹേതുവായി സ്വസ്ഥയായി നിർവികാരയായിരിക്കുന്നു ഭൂമി. ഇങ്ങനെ പ്രകൃതി തന്നെ അവസ്ഥ അറിഞ്ഞാലും ഈ ഭൂമി, ഈ പ്രകൃതിയുടെ അവസ്ഥയാണ്. എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല മക്കളെ. പറയാം ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ അങ്ങ് അറിയാതെ പറയുന്നത് ഇത് ശരിയാണെന്ന് തന്നെ എനിക്കറിയില്ല. എനിക്കിത് അങ്ങനെ അറിയാൻ പറ്റും? ഞാനൊരു അറിയില്ലാത്തൊരു എന്താ പറയാനാണ്, ഞാൻ എങ്ങനെ ഇത് നിങ്ങളെ മനസ്സിലാക്കി തരും? അറിഞ്ഞൂടാന്ന്. അതുകൊണ്ട് ഇതാണ് പ്രകൃതിയുടെ അവസ്ഥ. ഇത്രയൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കുന്ന അത്രയേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ പ്രകൃതി തന്നെ അവസ്ഥ അറിഞ്ഞാലും അങ്ങ് അതിൽ വാഴും. അപ്പോൾ പ്രകൃതിയിലാണ് വാഴും. അതിൽ എന്താണ്? അങ്ങനെയുള്ള പ്രകൃതിയിൽ വാഴും ആരാണ്? പുമാൻ തന്നെ അവസ്ഥയും ചൊല്ലാം. ആരാണ് പുമാൻ? പരമാത്മാ, അത് ബ്രഹ്മം, അത് പുരുഷൻ.
പുരുഷോത്തമനെന്നോ പുരുഷനെന്നോ പരബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ഒക്കെ പറയാം. എങ്ങനെയാ അങ്ങ് അതിൽ വാഴുന്നത്? നമ്മൾ ഓരോരുത്തരും അങ്ങ് അതിലാണ്. എന്താ? നമ്മളും പ്രകൃതിയാ. അപ്പൊ എന്നിലും ഉണ്ട് ആര്? പുരുഷൻ, പരമാത്മാ ചൈതന്യം. അതാണ് ഇവിടെ അങ്ങ് അതിൽ ഇങ്ങനെ ഇരിക്കുന്ന പ്രകൃതിയുടെ അവസ്ഥയിൽ വാഴും. ഓരോ പ്രകൃതി ജീവനിലും ആരുണ്ട്? പുമാനുണ്ട്. പുമാൻ തന്നെ അവസ്ഥ ചൊല്ലാം. സത്വാദി ഗുണയുക്തനായി സർവകനായ സർവകനായ അവ്യക്ത എന്ന് വായിക്കണം. എന്നുവെച്ചാൽ വ്യക്തത ഇല്ലാത്ത അത് നമ്മളിലെല്ലാം ഉണ്ട്. പക്ഷേ വ്യക്തമുണ്ടോ? പുരുഷനെ കാണാൻ പറ്റുമോ? നമ്മുടെ ശരീരം പ്രകൃതിയാണെങ്കിൽ നമ്മളെ ചൈതന്യമായി കുടികൊണ്ട് അന്തര്യാമിയായി എല്ലാത്തിൻ്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവാണ്. പക്ഷേ കാണാനില്ല, കാണാൻ അതാണ് അവ്യക്തം. വ്യക്തത ഇല്ല. അതുകൊണ്ട് സത്വാദി ഗുണം. എന്തോ സത്വാദി ഗുണം? ആദി എന്ന് വെച്ചാൽ 3 ഗുണങ്ങളോട് കൂടും. അതിന് സത്വം തുടങ്ങി തമസും രജസും. ഇതിനെ എടുത്തെടുത്ത് പറയാൻ വയ്യാത്തതുകൊണ്ട് ആദി എന്ന് കൊടുക്കുന്നത്. സത്വം തുടങ്ങി, അത് സത്വ ആദി. അത് ഈ 3 ഗുണങ്ങൾ എന്ന് അതിൻ്റെ അർത്ഥം. 3 ഗുണയുക്തനായി, ഈ 3 ഗുണത്തിനകത്തും സർവകനായ അവ്യക്തനായി. സർവകന അപ്പം ഇവിടെ തമോ ഗുണക്കാരനകത്തും രജോ ഗുണക്കാരനിലും സത്വഗുണക്കാരനിലും അവ്യക്തനായി ഉണ്ട് ഈ പരമാത്മാ. പക്ഷേ നമുക്ക് തമോ ഗുണക്കാരന് ഒട്ടും അറിവില്ലായ്മ കൊണ്ട് അറിയുന്നില്ല. അത് മൂടപ്പെട്ടിരിക്കുക. അതായത് അത്രമാത്രം ദുഷിച്ച ഹൃദയശുദ്ധി ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെ വ്യക്തമാവും? ഒന്നും അറിയില്ല. ഈ മൂഢന്മാരാണ്. പക്ഷേ എല്ലാവരും പരമാത്മാവ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയാ? സത്വാദി ഗുണയുക്തനായി 3 ഗുണത്തിനും സാർവകനായി അവ്യക്തനായി ഈക്ഷിക്കുന്നു. എന്താണ് ഈക്ഷിക്കുക? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഉള്ളത്തിൽ അവ്യക്തനായിട്ട് വ്യക്തത ഇല്ലാതെ നമ്മളിലെല്ലാം അന്തര്യാമിയായി വീക്ഷിക്കുന്നു. എല്ലാം കാണാം. പരമാത്മനെ മൊത്തവും കാണാം. നമ്മളിൽ കൂടെ കാണാം മക്കളെ. നമുക്ക് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ സർവകനായി സർവത്തിൽ എല്ലാം നമ്മളിലെല്ലാം എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അതിലെല്ലാം അവ്യക്തനായി കാണാൻ പറ്റാത്തവണ്ണം വീക്ഷിക്കുന്ന നോട്ടമുണ്ട്. അങ്ങനെ ഇരുന്ന് പുരുഷൻ അറിഞ്ഞാൽ ഈ പരമാത്മാവ് ഇങ്ങനെയാണെന്ന് അറിയുക. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരിലും ഈ പുരുഷനുണ്ട്. അത് അവ്യക്തനായും നമ്മൾ കാണാൻ പറ്റുന്നില്ല, ശരീരമില്ല. അതുകൊണ്ട് ഈ പുരുഷൻ, ഈ പരബ്രഹ്മം നമ്മളെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞാലും മണ്ണ് ഓരോ കാര്യഭേദ നാനാവായി അതിലെല്ലാം വിണ്ണു ഒന്നേ ഭേദമായും ഭേദമെന്നിയേ നിൽപ്പൂ. പുരുഷൻ തന്നീക്ഷണാൽ, ഈ പുരുഷൻ എന്ന് പറയുന്നതെല്ലാം പരമാത്മാവിനെയാണ്. പ്രകൃതി എന്ന് പറയുന്നതെല്ലാം ആത്മാവിൻ്റെ സ്ത്രീ ഭാര്യയാണ്. നമ്മളെല്ലാം പ്രകൃതിയിലുള്ളതാണ്. നമ്മളെല്ലാം എല്ലാവരും ചേരുന്നതാണല്ലോ പ്രകൃതി. അതുകൊണ്ട് പുരുഷൻ തന്നെ വിണ്ണൊന്നേ ആകാശം. മണ്ണ് ഓരോരോ കാര്യഭേദ നാനാവായി. ഈ മണ്ണിൽ പല പല രീതിയിൽ നാനാ രീതിയിലല്ലയോ മണ്ണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഈ മണ്ണിലുണ്ടാക്കുന്ന പല പല കാര്യങ്ങളല്ലേ. മണ്ണ് കൊണ്ടല്ലേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഭൂമിയിൽ നടത്തുന്നത്, എന്തൊക്കെയാണ് അവിടെ പണിയുന്നത്. അപ്പോൾ മണ്ണ് ഓരോ കാര്യഭേദ നാനാവായി അതിലെല്ലാം എന്താണ്? വിണ്ണ് ഒന്നേ ഭേദമായും ഭേദമെന്നേ നിൽപ്പു. ഭേദം ഇല്ലാതെയും ഭേദത്തോടു കൂടിയും വിണ്ണ് ആകാശം ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് തലയ്ക്കല്ല, നമ്മുടെ കാല് മണ്ണിലാണെങ്കിൽ മുകളിലോട്ടെല്ലാം ആകാശമാണ്. എന്നാൽ ഇവിടെ ആകാശത്ത് എന്തെങ്കിലും ചെയ്യുന്നോ? ഭൂമിയിലാണ് സർവ്വകാര്യങ്ങളും ചെയ്യുന്നത്. ആകാശം അനങ്ങാതെ നിൽക്കുകയാണ്. വിണ്ണൊന്നേ ഭേദമായും ഭേദമില്ലാതെയും, ഒരു ഭേദമോ ഭേദക്കോടോ ഇല്ലാതെ നിൽക്കുന്ന ആകാശം. ആകാശത്ത് എന്തെങ്കിലും നമ്മൾ തല്ലിപ്പൊളിക്കുകയോ വർക്ക് ചെയ്യുകയോ എന്നാൽ ചോദിക്കും, ആകാശത്തേക്കാണ് നമ്മൾ കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊക്കുന്നതെല്ലാം ആകാശത്തേക്കാണ്. എന്നാലും ഭൂമിയിലല്ലയോ എല്ലാ കർമ്മവും ചെയ്യുന്നത്. വിണ്ണൊന്നേ ഭേദമായും ഭേദമെന്നിയേ നിൽപ്പു. പുരുഷൻ തന്നീക്ഷണാൽ വ്യക്തമാൻ ചൈതന്യങ്ങൾ പരിചിൽ ഓരോ വീര്യരൂപചേഷ്ട ലാഭത്താൽ ബഹുപും ശക്തികളായി അണ്ടങ്ങൾ സൃഷ്ടിക്കുന്നു. അതൊക്കെ ഇവിടെ ഓരോ അണ്ടങ്ങൾ, ഓരോ സൃഷ്ടികൾ നമ്മളെല്ലാവരും എങ്ങനെയാണ് അവിടെ സൃഷ്ടിക്കുന്നത്? അണ്ടങ്ങൾ. ഇതൊക്കെ പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതിനെപ്പറ്റിയൊക്കെ പറയുക. ഒരു പുരുഷൻ തന്നീക്ഷണങ്ങൾ ബഹുപുമാൻ പ്രകൃതി പുംബലത്താൽ സപ്തതത്വങ്ങളെയും ആകാശാദികളായ പഞ്ചഭൂതങ്ങളെയും ഉണ്ടാക്കിയിടുന്നു. ജ്ഞാന പ്രകൃതി ആത്മാവിനും
അങ്ങനെ ഈ പഞ്ചഭൂതങ്ങൾ ആകാശാദികളെ പഞ്ചഭുജ പൃഥ്വി അപ്പു തേയു വായു ആകാശമായിരുന്ന ഈ പഞ്ചഭൂതങ്ങളെയും ഉണ്ടാക്കിയിടുന്നു. അങ്ങനെ ഇവിടെ ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായ കഥകളൊക്കെയാ പ്രകൃതിയുടെയൊക്കെ കാര്യങ്ങളായി പറയുന്നത്. ഇതും ആത്മജ്ഞാനമായിട്ട് വളരെ വളരെ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഇവിടെ വസിക്കുന്ന പഞ്ചഭൂത നിർമ്മിത പ്രപഞ്ചത്തെ പറ്റിയും ഒക്കെ പറയുവാണ്. നമുക്ക് ഇപ്പോൾ ഇത് ഇത്രയൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ മനസ്സിലായെങ്കിൽ മക്കൾക്ക് കമൻസ് ഇടാം, എന്തൊക്കെയോ മനസ്സിലായെന്ന് പറയൂ. അല്ലാതെ എനിക്കിത് പറഞ്ഞുതരാൻ അറിയില്ല മക്കളെ. ഹരി ഓം ഹരി ഓം ഹരി ഓം.